അസ്സലാമു അലൈക്കും. ഞാൻ റസീന. അക്ഷരപ്പുലരിയുടെ മറ്റൊരു നല്ലൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ കഥകളും നോവലുകളും അതേപോലെ തന്നെ ഓർമ്മക്കുറിപ്പുകളും ഒക്കെയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള പുസ്തകം വളരെ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന അവനവൻ തന്നെ എഴുതിയൊരു പുസ്തകമാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം നമുക്ക് ആ പുസ്തകത്തെ ചേർത്ത് പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ പറയാറുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഈ പുസ്തകം സജസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ വായിക്കണം എന്നൊക്കെ. പക്ഷേ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ഈ പുസ്തകം, നിങ്ങൾ വായിക്കണമെന്ന് പറയില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് എന്ന് അറിയണമെങ്കിൽ ഈ പുസ്തകം ഒരിക്കലെങ്കിലും ഒരു വട്ടമെങ്കിലും വായിച്ചിരിക്കണം എന്ന് മാത്രമല്ല, ആ വായന പലവട്ടം വായിച്ചിരിക്കണം എന്നുകൂടി ഞാൻ ഈ പുസ്തകത്തെ കയ്യിലെടുക്കുമ്പോൾ ഓർമ്മിപ്പിക്കുന്നു. എന്ത് പുസ്തകമാണ് അത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒരു കാലത്ത് സമൂഹം അല്ലെങ്കിൽ ഒരു ജനത തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണിത്. ഒരു കാലഘട്ടത്തിൽ ഈ പുസ്തകം എഴുതിയ ആൾ ഈ പുസ്തകത്തിൽ നിന്ന് വരുന്ന വരുമാനം കൊണ്ട് ജീവിക്കാം എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടത്തിൽ നിന്നും ആ കാലഘട്ടത്തിലെ ആ ഒരു സമയത്ത് ഈ പുസ്തകം ഒരു ചർച്ചയും ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്ന് ആളുടെ ഈ പുസ്തകം എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആളുടെ വെറുപ്പിൻ്റെ അങ്ങേ അറ്റം കൊണ്ട് തന്നെ എന്ന് തന്നെയായിരിക്കും ഉത്തരം. എന്നാൽ പിന്നീട് തീപ്പൊരി പോലെ ഈ പുസ്തകം ആളിപ്പടർന്നത് മാത്രമല്ല, ഈ പുസ്തകം പല സ്ഥലത്തും ചർച്ച ചെയ്യപ്പെട്ടു. പല മേഖലകളിലും ഈ പുസ്തകം വിഷയമായി വന്നു. അങ്ങനെ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഇന്നർ ഡെപ്തിലേക്ക് എനിക്ക് എത്രത്തോളം പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ പുസ്തകം എല്ലാവരും കയ്യിലെടുത്ത് വായിച്ച് തന്നെ അറിയണം. വായിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം കയ്യിലെടുത്ത് തന്നെ വായിക്കണം. കാരണം ഇതിൻ്റെ ഓരോ പേജുകളും ഇതിൻ്റെ ഓരോ വരികളും രക്തം കൊണ്ട് എഴുതിയതാണ്. അങ്ങനെ ഒരു പുസ്തകത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇത് അഡോൾഫ് ഹിറ്റ്ലറെ ഒരിക്കലും ആരും മറക്കാൻ സാധ്യതയില്ല. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ മെയിൻ കാഫ് എന്ന പുസ്തകമാണ്. ഈ പുസ്തകം വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തെ ഒരു അമേരിക്കൻ പത്രാധിപർ പറയുന്നത് ഇങ്ങനെയാണ്: മെയിൻ കാഫിലെ ഓരോ വരികളും 125 ജീവിതങ്ങൾ, ഓരോ പേജിലും 47,000 മരണങ്ങൾ, ഓരോ അധ്യായത്തിലും 12 ലക്ഷം രക്തക്കറകൾ. ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ കവർ പേജിൽ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, ഏതൊരു കുഞ്ഞു കുട്ടിക്ക് പോലും, ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും, ചരിത്രം പഠിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും അഡോൾഫ് ഹിറ്റ്ലറെ അറിയാതിരിക്കാൻ വായ്പില്ല, അല്ലേ? അഡോൾഫ് ഹിറ്റ്ലറെ നമ്മൾ കണക്കാക്കുന്നത് തന്നെ ക്രൂരതയുടെ മറ്റൊരു മുഖമായിട്ടാണ്. ഹിറ്റ്ലർ ജർമ്മനി വിറപ്പിച്ച ഒരു ഭരണാധികാരി, അല്ലേ? നാസിസത്തിൻ്റെ മുഖമുദ്ര എന്നറിയപ്പെടുന്ന മെയിൻ കാഫ് എന്ന പുസ്തകം, ജീവിതത്തിൽ ഈ പുസ്തകം വായിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. പക്ഷേ ഫാസിസത്തിൻ്റെ ഒരു പാഠശാല എന്ന രീതിയിൽ നമുക്ക് ഈ പുസ്തകം വായിക്കാം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഫാസിസത്തിനെ എങ്ങനെ പ്ലോട്ട് ചെയ്തു, എങ്ങനെ ഫാസിസം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഈ സമൂഹത്തിലേക്ക് അതിനെ ചിത്രകൽപ്പന ചെയ്തു എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഈ പുസ്തകം കയ്യിലെടുത്ത് തന്നെ നമ്മൾ വായിക്കണം. നാസിസത്തിൻ്റെ മുഖമുദ്ര എന്നറിയപ്പെടുന്ന മെയിൻ കാഫ് ഫാസിസത്തിൻ്റെ പാഠശാല കൂടിയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ എന്നെ വളരെ ഈ ഒരു പുസ്തകം അത്ഭുതപ്പെടുത്തിയത്, ഇത് എഴുതിയിരിക്കുന്നത് അഡോൾഫ് ഹിറ്റ്ലർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ കൂടിയാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ ചോര കൊണ്ട് എഴുതിയതാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ തട്ടിക്കളയാൻ പറ്റില്ല. നമുക്കറിയാം അഡോൾഫ് ഹിറ്റ്ലർ എത്രത്തോളം ക്രൂരനായ ഒരു മിലിറ്ററിക്കാരനാണ്. വളരെ ക്രൂരതയുടെ മുഖംമൂടി അണിഞ്ഞ അദ്ദേഹത്തിൻ്റെ എഴുത്തിലും, ആത്മകഥ എഴുതുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ നല്ല വശങ്ങളെ, ആഗതൻ എന്ന സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിലെ ഒരു മിലിറ്ററിക്കാരൻ, ശരിക്കും അതിലെ അച്ഛൻ കഥാപാത്രമായ മിലിറ്ററിക്കാരൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതുന്നുണ്ട്. അതിൻ്റെ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ നല്ല ഓർമ്മകളും നല്ല കാലഘട്ടവും മാത്രമാണ് ആ കേണൽ ലൈഫിൽ അദ്ദേഹം ചിത്രീകരിക്കുന്നത്. എന്നാൽ സിനിമയുടെ അവസാനമാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അതുപോലെയല്ല. മെയിൻ കാഫ് എന്ന ഈ പുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ക്രൂരതകളെ ചോര കൊണ്ട് എഴുതിയ അക്ഷരങ്ങൾ കൊണ്ട് അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ
കാണിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇത്രയും ക്രൂരത കാണിച്ചെഴുതി വെച്ചിട്ട് പോലും നമുക്ക് ഈ പുസ്തകം വായിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഈ ഒരു ജീവിതങ്ങളെ, മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഈ കൊടും ക്രൂരതകളെ കാണിച്ചു എന്ന് നമുക്ക് അറിയാൻ വേണ്ടി കൂടിയാണ്. ഹിറ്റ്ലർക്ക് അമ്മയോട് വളരെ സ്നേഹമായിരുന്നു. കാരണം കർക്കശക്കാരനായ അച്ഛൻ ഒരിക്കലും ഹിറ്റ്ലറെ പേരുകൊണ്ട് വിളിച്ചിട്ടില്ല. ഒരു വിസിലടിച്ചാണ് വിളിച്ചിരുന്നത്. ആ വിസിലടി കേൾക്കുമ്പോൾ എവിടെ നിന്നാണെങ്കിലും ദബദബാന്ന് ഓടി വന്ന് അച്ഛൻ്റെ മുമ്പിൽ നിന്നിരിക്കണം. അതായിരുന്നു ഹിറ്റ്ലറുടെ അച്ഛൻ. പക്ഷേ അത്രയും ഭയാനകമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും അച്ഛനിൽ നിന്ന് ഹിറ്റ്ലർ പഠിച്ചിട്ടുണ്ട്. ആ ഒരു പേടിയോട് കൂടിയുള്ള ബഹുമാനം മാത്രമായിരുന്നു ഹിറ്റ്ലർക്ക് അച്ഛൻ. അതുകൊണ്ട് തന്നെ അമ്മയെ ഹിറ്റ്ലർ അത്രയധികം സ്നേഹിച്ചിരുന്നു. ഹിറ്റ്ലർ ഒരുപാട് വായിക്കുമായിരുന്നു. വായനയാണ് തൻ്റെ പ്രതീക്ഷ എന്ന് തന്നെ ഹിറ്റ്ലർ ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹിറ്റ്ലറിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഹിറ്റ്ലറിന് ദാരിദ്ര്യം മാത്രമായിരുന്നു. ഹിറ്റ്ലറിൻ്റെ 13-ാം വയസ്സിൽ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ദാരിദ്ര്യം കൊണ്ട് കൊടുമുടിയേറിയ ഹിറ്റ്ലർ പിന്നീട് ചിത്രങ്ങൾ വരച്ച് അത് വിറ്റുകൊണ്ട് ജീവിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വായന എത്രത്തോളം പവർഫുൾ ആണെന്ന് അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഞാനൊരു പുസ്തകം എഴുതി അതിലെ വാചകങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിലും എത്രയോ അധികം അധികം അത് മനുഷ്യ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് എത്തണമെങ്കിൽ ഒരു പ്രസംഗം കൊണ്ട്, ഒരു സ്പീച്ച് കൊണ്ട് എനിക്ക് പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അഡോൾഫ് ഹിറ്റ്ലർ ഒരു നല്ല പ്രാസംഗികൻ കൂടിയാണ് എന്ന് നമുക്കറിയാം. ഈ പുസ്തകം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിറന്ന വീട്, മണ്ണ്, ജർമ്മനിയോടുള്ള കൂറ് ഒക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. മെയിൻ കാഫ് എന്ന ഒരു പുസ്തകത്തിൽ, അല്ലെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലർ എന്തുകൊണ്ട് ഇത്ര ക്രൂരനായി? ആദ്യ കാലഘട്ടത്തിൽ അഡോൾഫ് ഹിറ്റ്ലർ ചിത്രം വരച്ചും കുടുംബം നോക്കിയും അതേപോലെ തന്നെ സാമൂഹിക കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടും ഒരു ശരാശരി മനുഷ്യനായി തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ പിന്നീട് എപ്പോഴാണ് അദ്ദേഹം ഇത്രയും കൊടും ക്രൂരതയുടെ മുഖംമൂടി അണിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആര്യന്മാരെ കുറിച്ചുള്ള വർഗവീക്ഷണം എത്രത്തോളം ഉണ്ടെന്നും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആര്യന്മാർ അല്ലാത്തവർ പുഴുക്കളാണെന്നും എന്ന് പറഞ്ഞാൽ ജൂതന്മാരെ തന്നെയാണ് ഇതിൽ പറയുന്നത്. ആര്യന്മാരല്ലാത്തവർ വെറും പുഴുക്കളാണെന്ന് ഈ പുസ്തകത്തിൽ ഉടനീളം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തുകൊണ്ട് ഈ മനുഷ്യരെ കൊന്നൊടുക്കിയെന്ന് പിന്നീടുള്ള ജനത മനസ്സിലാക്കുമെന്ന്. കാരണം 19% ജൂതന്മാരെ മാത്രമാണ് ഈ ഹിറ്റ്ലർ വിട്ടുവെച്ചിട്ടുള്ളത്. ആ ഒരു ജനത പിന്നീട് ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളും ലോകത്തുണ്ടാക്കിയ തകർച്ചകളും എന്താണെന്ന് ഇന്നും നമ്മുടെ സമൂഹം നോക്കിക്കാണുന്നു. അന്ന് അഡോൾഫ് ഹിറ്റ്ലർ പറഞ്ഞത് ഇന്ന് നമ്മൾ സ്മരണപൂർവ്വം ഓർക്കുന്നു എന്നുള്ളതാണ്. ഈ പുസ്തകത്തിൻ്റെ ഉള്ളറയിലേക്ക് ശരിക്കും എനിക്ക് എത്രത്തോളം പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ഈ പുസ്തകത്തിൽ ജർമ്മനോടുള്ള സ്നേഹവും ആര്യൻ വിഭാഗത്തോടുള്ള അടങ്ങാത്ത വർഗ സ്നേഹവും ഇതിൽ കാണിക്കുന്നുണ്ട്. ശരിക്കും എവിടെ നിന്നാണ് അഡോൾഫ് ഹിറ്റ്ലർ ഇത്രയും ക്രൂരനായത്? ജർമ്മനി ആര്യന്മാർ സാധാരണ ഒരു കൃഷിക്കാരായിരുന്നു. അവർ കൃഷി ചെയ്തും അവരുടെ നാട്ടിലെ ആ ഒരു അതിൻ്റെ സാമൂഹിക കാര്യങ്ങളിൽ ഏർപ്പെട്ടുമൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ജൂതന്മാർ അവിടെ കച്ചവടത്തിന് വരുന്നത്. പിന്നീട് ജൂതന്മാർ അവിടെ പിടിച്ചെടുക്കുകയും ആ ഒരു കച്ചവട സംഘത്തോട് ചേർന്ന് അവർ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തതോടു കൂടിയിട്ടാണ് ഈ ഒരു വർഗവിദ്വേഷം, അല്ലെങ്കിൽ ആര്യവർഗവിദ്വേഷത്തിൽ നിന്നും ജൂതവർഗവിദ്വേഷത്തിൽ നിന്നും ജർമ്മൻ നാസിസം പാർട്ടി ഉടലെടുക്കുന്നത്. മഹായുദ്ധങ്ങൾ അല്ലെങ്കിൽ ലോകമഹായുദ്ധങ്ങൾ തുടങ്ങിയിരുന്ന കാലഘട്ടത്തിലേക്ക് പട്ടാളക്കാരെ ആവശ്യമുണ്ടെന്ന് ഒരു വാർത്ത കണ്ടിട്ടാണ് അഡോൾഫ് ഹിറ്റ്ലർ അതിലേക്ക് ചേരുന്നത്. എന്നാൽ ഓട്ടമത്സരത്തിൽ വളരെ വേഗതയുള്ള ഇദ്ദേഹം മെസ്സഞ്ചറായി പിന്നീട് ജോലിയെടുക്കുകയും ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു യുദ്ധത്തിൽ ബോംബ് സ്ഫോടനത്തിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും പിന്നീട് മെല്ലെ കാഴ്ചകൾ നേടിയെടുക്കുമ്പോഴേക്കും യുദ്ധങ്ങൾ അവസാനിക്കുകയും, എന്നാൽ ആ പട്ടാള ക്യാമ്പിൽ തന്നെ തുടർന്ന് പ്രവർത്തിക്കണമെന്നുള്ളത് കൊണ്ട് പിന്നീട് പട്ടാളക്കാർക്ക് ക്ലാസ് എടുക്കുകയും ചെയ്താണ് ഹിറ്റ്ലർ മുന്നോട്ട് പോകുന്നത്. ആ കാലഘട്ടത്തിലും അദ്ദേഹം മുറുകെ പിടിച്ചിരിക്കുന്നത് ജർമ്മൻ ആ ഒരു പരിവേഷത്തെയും ജൂതന്മാരോടുള്ള വിദ്വേഷത്തെയുമാണ്. ഇതിൻ്റെ ഓരോ അധ്യായത്തിലും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ ഫാസിസം തന്ത്രത്തിന്, അല്ലെങ്കിൽ ഇന്നത്തെ ഫാസിസത്തിൻ്റെ തന്ത്രങ്ങളെ എങ്ങനെ മുതലെടുത്തുവെന്നും ആ തന്ത്രങ്ങൾ എങ്ങനെ അഡോൾഫ് ഹിറ്റ്ലർ പണ്ട് എഴുതി വെച്ച ഈ ഒരു മെയിൻ കാഫിലൂടെ ഇന്നത്തെ സമൂഹമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്നും നമുക്ക് ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും. ആ സമയത്താണ് ബവേറിയൻ ഗവൺമെൻറ് ഫ്രീഡം പ്രഖ്യാപിക്കുന്നതും ആ ഫ്രീഡം പ്രഖ്യാപനത്തിലൂടെ പല പാർട്ടികൾ മുന്നിട്ട് വരികയും അതിൽ നിന്നാണ് ഇത്രയും ക്രൂരമായ നാസിസ്റ്റ് പാർട്ടിക്ക് അഡോൾഫ് ഹിറ്റ്ലർ മുൻഗണന കൊടുക്കുന്നതും അതിൻ്റെ ഹെഡായി അഡോൾഫ് ഹിറ്റ്ലർ മാറുന്നതും.
ഈ ഒരു പാർട്ടിയുടെ തുടക്കം മുതൽ തന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകളെയും ജൂതന്മാരെയും അത്രയേറെ വെറുത്തിരുന്നു. പിന്നീട് ഓരോ ചാപ്റ്ററിലും നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മരണത്തിൻ്റെ അല്ലെങ്കിൽ രക്തക്കറയുടെ ഒരു വിദ്വേഷത്തെ. ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒന്നിച്ച് അല്ലെങ്കിൽ ഫയർ ചെയ്യാൻ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, മീൻസ് ഗൺ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അത് മുതൽ മുടക്കാണെന്ന് മനസ്സിലാക്കി ഒന്നിച്ച് മനുഷ്യരെ കൂട്ടിയിട്ട് ഗ്യാസ് ലീക്കേജ് വഴി ആൾക്കാരെ ഒന്നിച്ച് കൂട്ടത്തോടെ നരഹത്യ ചെയ്ത ആ ഒരു സംഭവത്തെ, ഇതൊക്കെ അഡോൾഫ് ഹിറ്റ്ലർ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഈ ഒരു കഥയിൽ. നമുക്ക് വായിക്കുമ്പോൾ മനുഷ്യ മനസാക്ഷി, അത് ജൂതന്മാരായാലും അല്ലെങ്കിൽ മറ്റ് മനുഷ്യൻ എന്ന ആ ഒരു മനസാക്ഷിയിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിത് മുന്നോട്ടേക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ രാഷ്ട്രീയ തന്ത്രങ്ങളെ എങ്ങനെയാണ് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ പോലും വളരെ കൃത്യമായി ഹിറ്റ്ലർ പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിൽ വംശയും ജനതയും എന്ന ഒരു പേജിൽ ഇങ്ങനെ പറയുന്നുണ്ട്: തങ്ങളുടെ മുന്നോട്ടുള്ള കുരുതിന് ഇവരെ എങ്ങനെ ചവിട്ടുപടികളാക്കാമെന്ന് ജൂതന്മാർ ചിന്തിച്ചു. നേരത്തെ ഫ്യൂഡൽ വ്യവസ്ഥയെ തകർക്കാൻ മർഗവദ്യ ഉപയോഗിച്ചതുപോലെ ഇപ്പോൾ മധ്യവർഗികരെ തൊഴിലാളികളെ ഉപയോഗിക്കുക എന്നതായിരുന്നു തന്ത്രം. മീൻസ് ലൈക്ക് എന്താ പറയുക, ആദ്യം അവർ മധ്യവർഗരെ ഉപയോഗിച്ച് ഇതിൽ നിന്ന് ഒരു കലഹമുണ്ടാക്കി. പിന്നീട് അവർക്കെതിരെ തൊഴിലാളി വർഗത്തെ ഇറക്കി. ഈ തൊഴിലാളി വർഗത്തെ ഇറക്കുക മാത്രമല്ല, ആ സമരത്തിൽ ഇവർ പങ്കുചേരുകയും പൂർണ്ണ നിയന്ത്രണം കയ്യിലെടുക്കുകയും ജൂതന്മാർ അതിൽ വിജയിക്കുകയും ചെയ്തു. ഇത് തന്നെയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫാസിസത്തെ എങ്ങനെ ഇന്നത്തെ ജനതയിലേക്ക് കൊണ്ടുവന്നു എന്നതുള്ളതും കൂടി ഈ ഒരു പുസ്തകത്തിൻ്റെ ഓരോ പേജ് വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും. ഇതിലൊരു അനുബന്ധനം പറയുന്നുണ്ട്, ചാർലി ചാപ്ലിൻ്റെ ഒരു അനുബന്ധനം. ആ മൂവി കണ്ടവർക്കറിയാം, അതിൽ ചാർലി ചാപ്ലിൻ ആ ഒരു ലാസ്റ്റ് സ്പീച്ച് നടത്തുന്നുണ്ട്. അതിൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാവും ചാർലി ചാപ്ലിൻ എങ്ങനെയാണ് അഡോൾഫ് ഹിറ്റ്ലറെ നോക്കിക്കണ്ടതെന്നും. ആ ഒരു സ്പീച്ച് ഇന്നും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു സ്പീച്ചിലൂടെ, ആ ഒരു മൂവിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഹിറ്റ്ലറിൻ്റെ വേഷമണിഞ്ഞ ചാപ്ലിനും അതിൻ്റെ ഒരു സ്പീച്ചും അത് എത്രത്തോളം ശക്തമായിട്ടാണ് ചാപ്ലിൻ പറയുന്നത് എന്നുള്ളതും. പിന്നീട് വരുന്ന ഒരു ഇലി വിസൺ എന്ന് പറയുന്ന ഒരു തിന്മയുടെ അവതാരം നോക്കൂ, നിങ്ങൾ തരംതിരിച്ച് നോക്കൂ എന്ന് പറയുന്ന ചാപ്ലിൻ്റെ അനുബന്ധനത്തിന് ശേഷമാണ് ഈ ഒരു അനുബന്ധനം വരുന്നത്. അഡോൾഫ് ഹിറ്റ്ലർ അഥവാ തിന്മയുടെ പൂർണ്ണമായ അവതാരം എന്നായിരിക്കും വരും തലമുറ ഹിറ്റ്ലറെ ഓർക്കുന്നത്. കൊലയുടെ ആരാചാര്യൻ എന്ന് കുറിച്ച് ഓർക്കും. അദ്ദേഹത്തിൻ്റെ സമരമുറകളും ഒക്കെ വ്യത്യസ്തമാണെങ്കിലും എന്തുകൊണ്ടാണ് ഈ ഒരു നാസിസം ഗ്രൂപ്പിൽ നിന്നും ഫാസിസം പുറത്തു വന്നതെന്ന് നമുക്ക് ഈ ഒരു പുസ്തകത്തിലൂടെ കാണാൻ സാധിക്കും. ഈ ഒരു പുസ്തകം 727 പേജ് അടങ്ങിയ ഒരു വളരെ വലിയ പുസ്തകമാണ്. ഇതിലെ ഓരോ വരികളും അല്ലെങ്കിൽ ഓരോ കഥകളും എനിക്ക് ഓരോ അധ്യായങ്ങളും എടുത്ത് രാഷ്ട്രീയ പഠനം, അങ്ങനെ വിനയയിലെ പാഠങ്ങൾ, ദുരിതങ്ങൾ, ഇതിൽ ഹിറ്റ്ലർ അനുഭവിച്ച ദുരിതങ്ങളുടെ കഥകളും ഇതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാല്യം, പിന്നീട് വന്ന കൗമാരം, എങ്ങനെ ഒരു സാധാരണ മനുഷ്യനിൽ നിന്നും ഇത്രയും ക്രൂരനായ ഒരു മനുഷ്യനായി മാറി എന്നുള്ളതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ വായിച്ച് തന്നെ അതിൻ്റെ ആ ഒരു സത്തോടു കൂടി വായിക്കണമെന്നാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു പുസ്തകം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്രയും മനസ്സിരുത്തി ഈ ഒരു പുസ്തകം വായിക്കണം. കാരണം ഇന്നത്തെ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സമൂഹത്തെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം, എന്തുകൊണ്ട് അഡോൾഫ് ഹിറ്റ്ലർ ഇത്രയും ഒരു ജനതയെ 12 ലക്ഷം മരണങ്ങൾക്ക് സാക്ഷിയായ ഒരു മനുഷ്യൻ എന്തിനിത്ര കൊടും ക്രൂരത ചെയ്തു എന്നുള്ളതിന് അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുള്ള വെറും നന്മയുടെ മാത്രം മുഖം മൂടി അണിഞ്ഞൊരു പുസ്തകമല്ല ഇത്, ചോര കൊണ്ട് എഴുതിയ ഒരു പുസ്തകം കൂടിയാണെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ്, റസീന.